ദിലീപിന് തിരിച്ചുവരവ് ആരാധകർ എല്ലാവരും വലിയ കോൺഫിഡൻസിൽ പറഞ്ഞ ചിത്രമായിരുന്നു ഫാ ഫാ ബാ. നവാഗതനായ ധനശ്രീ ശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിന് റിലീസിന് മുമ്പ് ആരാധകർക്കിടയിൽ വൻ ഹൈപ്പായിരുന്നു. ദിലീപിന്റെ കരിയറിൽ ഏറ്റവും വലിയ പ്രതീക്ഷയിലായിരുന്നു ഫാ ഫാ ബായുടേത്. ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലുണ്ടെന്നും ആരാധകരുടെ പ്രതീക്ഷ ഉയർത്തി. എന്നാൽ ആദ്യ ഷോയ്ക്ക് പിന്നാലെ സംവത്സര പദങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു ഫാ ഫാ ബാ. സ്പൂഫ് ജോണറിലാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ട ചിത്രം പ്രേക്ഷകരെ ക്ഷമ പരീക്ഷിക്കുകയായിരുന്നു. ആദ്യ വീക്കെൻഡിൽ തന്നെ ചിത്രം ബോക്സ് ഓഫീസ് വീണെന്നാണ് ട്രാക്കർമാർ നൽകുന്ന വിവരം. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോ ഞായറാഴ്ച ഫാഫാബായുടെ വിറ്റത് വെറും 68,000 ടിക്കറ്റുകൾ മാത്രമാണ്. ആദ്യ ദിനം 1,00,000 ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട ചിത്രം നാലാം ദിനമായപ്പോഴത്തേക്കും ബോക്സ് ഓഫീസിൽ വീണിരിക്കുകയാണ്. റിലീസിന് മുമ്പ് ദിലീപ് ആരാധകർ കൊട്ടിയാഘോഷിച്ച പല വാദങ്ങളും ഇതോടെ ഇല്ലാതായി. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായ ലോകയുടെ കളക്ഷൻ റെക്കോർഡ് വരെയാണ് തകർക്കാൻ സാധ്യതയുള്ള ചിത്രമാണെന്ന് ദിലീപ് ആരാധകർ ഫാഫാബായെ കണ്ടത്. എന്നാൽ ആദ്യ വീക്കെൻഡിൽ തന്നെ ചിത്രത്തിന് അടിപതറിയിരിക്കുകയാണ്. 50 കോടിയോളം ബജറ്റിലൊരുങ്ങിയ ചിത്രം ആദ്യ 4 ദിവസം കൊണ്ട് 35 കോടിയിലേറെ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നിർമ്മാതാവ് സേഫാക്കണമെങ്കിൽ 70 കോടിയെങ്കിലും കളക്ഷൻ നേടണം. നിലവിലെ സ്ഥിതിയിൽ ചിത്രം 50 കോടി കടക്കുമോ എന്നുപോലും സംശയമാണ്. മുടക്കുമുതൽ തിരിച്ചുപിടിക്കാനാകാത്ത ഫ്ലോപ്പായ ഗോകുലം മൂവീസ് ദിലീപ് കോംബോയിൽ രണ്ടാമത്തെ ഫ്ലോപ്പായി ഫാഫാബ മാറും. ഈ കോംബോ ആദ്യമായിട്ട് നിർമ്മിച്ച കമാര സംഭവം വൻ പരാജയമായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിന് ശേഷം പുറത്തിറങ്ങിയ ചിത്രമാണ് ഫാഫാബ. ചിത്രത്തിലെ പല രംഗങ്ങളും ഇതിനോടകം വിമർശനങ്ങൾ വിധേയമായിട്ടുണ്ട്. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ തമാശയാക്കി കാണിച്ച രംഗമെല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഫാഫാബയുടെ കളക്ഷനിൽ വലിയ ഇടിവ് ഉണ്ടായേക്കാമെന്നാണ് കണക്കുകൂട്ടൽ.